നമസ്കാരം. ഈ നട്ടാൽ കുരുക്കാത്ത നുണകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതിന് നിങ്ങൾക്കൊരു തെളിവ് കാട്ടിത്തരാം. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇടതുപക്ഷ യുവജന നേതാവായിട്ടുള്ള ജെയ്സി തോമസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു? നോക്കണേ, വസ്തുതയുടെ ഒരു പിൻബലവുമില്ല. പക്ഷെ ഏതോ കേന്ദ്രങ്ങളിൽ നിന്നിങ്ങനെ ഒരു പുലബന്ധവുമില്ലാത്ത ചില കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാട് പഞ്ചായത്തിലെ നിരമറ്റം എന്ന വാർഡിൽ ജെയ്സി തോമസിന്റെ സ്വന്തം വാർഡിൽ കിട്ടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു. ഇനി എന്താണ് ഇവർ പ്രചരിപ്പിച്ചതിനപ്പുറം യാഥാർത്ഥ്യമെന്നറിയണം. അത് ഞാൻ തന്നെ പറയണമെന്നില്ല, ജെയ്സി തോമസ് തന്നെ നിങ്ങളോട് പറയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ വസ്തുതയെന്ന് അറിയണമല്ലോ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വസ്തുതകളുടെ പിൻബലം ഉണ്ടായിരിക്കണം, അതിന് കൃത്യമായിട്ട് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. മറ്റ് കേന്ദ്രങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിക്കുക, അവഹേളിക്കുക. അതിനപ്പുറത്തേക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ജെയ്ക്കിൻ്റെ സ്വന്തം വാർഡിൽ സംഭവിച്ചത് എന്താണെന്നുള്ള യാഥാർത്ഥ്യം ജെയ്ക്കിൻ്റെ പ്രതികരണത്തിലൂടെ തന്നെ നിങ്ങൾ കേൾക്കൂ. അപ്പോൾ ജെയ്ക്ക് ഒരു പ്രചരണം നടക്കുന്നുണ്ടല്ലോ, ജെയ്ക്കിന്റെ ഈ നിരമറ്റം വാർഡില് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഒരു വോട്ടേ കിട്ടിയുള്ളൂ എന്നുള്ളൊരു വ്യാപക പ്രചരണം നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇതില് ഏതെങ്കിലും തരത്തിൽ സാമാന്യയുക്തിയുള്ള ആളുകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ളതോ ആയ ഒരു കാര്യമേ അല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ഏത് വാർഡിലും, അത് CPM നേതൃത്വത്തിൽ മത്സരിക്കണമെന്നില്ല, ഏത് വാർഡിലും ഈ പറയുന്ന സംഖ്യയിൽ ഒരു വോട്ട് കിട്ടില്ല എന്നുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന, അങ്ങനെ ഒരു കാര്യമുണ്ട്, യുക്തിസഹമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ എന്റെ വാർഡിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, എന്റെ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിൽ മണർകാട് ഗ്രാമപഞ്ചായത്താണ്. മണർകാട് ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ തവണ എന്റെ വീടിരിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് 15ാം വാർഡായിരുന്നു. ആ വാർഡ് ഇത്തവണ 2ആയി വിഭജിക്കപ്പെട്ടു. അപ്പൊ കഴിഞ്ഞ തവണ വിഭജിക്കപ്പെട്ട 15ാം വാർഡില് നമ്മുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന ജോമോൾ ദിനീഷാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വിജയിച്ചിരുന്നു. അവർ തന്നെയാണ് ആ വാർഡിൽ വീണ്ടും മത്സരിച്ചിരുന്നതും. ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ അവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ പുതിയ വാർഡായിട്ടുള്ള 17ാം വാർഡ്, എന്റെ വീടിരിക്കുന്ന ഒരു നിശ്ചിത ഭാഗം മാത്രം പുതിയ വാർഡായി മാറി. ആ 17ാം വാർഡിൽ ഇത്തവണ മത്സരിച്ചിരുന്നത് CPM ചിഹ്നമായിട്ടുള്ള അരിവാൾ സിറ്റി നക്ഷത്രത്തിൽ പാർട്ടി അംഗമായിട്ടുള്ള രജിത അനീഷാണ്. 17ാം വാർഡിലെ ജനവിധി എന്ന് പറയുന്നത് 253 വോട്ട് LDFും 325 വോട്ട് UDFും, അതായത് 68 വോട്ട് വ്യത്യാസത്തിൽ UDF വിജയിച്ചു. അതാണ് ആ വാർഡിലെ നിലവിലത്തെ സ്ഥിതി. ആ വോട്ട് പോലും കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി സമീകരിക്കുമ്പോൾ ചെറിയ മുന്നേറ്റമല്ല, വലിയ മുന്നേറ്റം നേടിയെടുത്ത വാർഡായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അത് വാർഡിൽ മാത്രമല്ല, ബ്ലോക്ക് ഡിവിഷനിലും ആകെ പ്രകടമായി മുന്നേറ്റം കാണാൻ കഴിയും. അപ്പം കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ട് വർദ്ധിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല, ഈ പുതിയ വാർഡിൽ പരാജയപ്പെട്ടത് കേവലം 68 വോട്ടിനാണ്. നിലവിലുണ്ടായിരുന്ന പഴയ വാർഡിൽ CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ വീണ്ടും മെമ്പറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു സാഹചര്യം, ഒരു അവസ്ഥ. അപ്പൊ വ്യക്തിഹത്യ നടത്തുക അല്ലെങ്കിൽ ഒരു യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇമേജിന് സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് അപഹസിക്കുക എന്ന് മാത്രമാണ് ഈ പ്രചരണത്തിന്റെ ഒരു ഉദ്ദേശം. അല്ല, അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടില് ഇപ്പൊ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും, പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ. പക്ഷെ ആ രാഷ്ട്രീയ ആഭിമുഖ്യത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എല്ലാ കാര്യങ്ങളെയും യുക്തിസഹമായി ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾ ആരും ഈ പ്രചരണം നടത്താനോ ഈ പ്രചരണം സ്വീകരിക്കാനോ സാധ്യതയില്ല. പിന്നെ അന്ധത ബാധിച്ച് യുക്തി പണയം വെച്ചിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിലിപ്പോ കോൺഗ്രസിലും മറ്റു RSSലൊക്കെ പെട്ട ആളുകളൊക്കെ ഉണ്ടാകാമല്ലോ, അപൂർവമായി. അവർ ഈ പ്രചരണം തുടരും, അവർ ഈ പ്രചരണം പ്രചരിപ്പിക്കും. അതിന്റെ വഴിക്ക് വിടുകയെന്നേ ഉള്ളൂ. പരാതി കൊടുത്തിട്ടുണ്ടോ അവരെ സംബന്ധിച്ച്? ഞാൻ വ്യക്തിപരമായ പരാതി കൊടുത്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഒരു യൂട്യൂബ് ചാനലിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രചരണം പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തപ്പെട്ടതെന്നുള്ളതാണ് പലരിലും ഞാൻ മനസ്സിലാക്കുന്നത്. DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പരാതി കൊടുത്തിരുന്നു. മനസ്സിലാക്കുന്നു അത് സൈബർ സെല്ലിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടുകയും അത് നിയമ നടപടിക്രമങ്ങളുടെ ഒരു പ്രാരംഭ ദശയിലാണ്. അപ്പൊ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം, പറയുള്ളൂ.
അതെ, അത് നമ്മൾ ആരെങ്കിലും വിശദീകരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും BJPക്കും ഒക്കെ വിശ്വാസ്യതയുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞ സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അങ്ങനെ പോലും പരിശോധിക്കാൻ തയ്യാറാകാതെ ചില താല്പര്യത്തോടു കൂടി ചെയ്ത പ്രവൃത്തി മാത്രം. അത്രയേ ഉള്ളൂ. കേട്ടല്ലോ, ജയിക്കിന്റെ സ്വന്തം വാർഡിൽ ഇക്കുറി ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേവലം 68 വോട്ടിന്. വസ്തുതയാണ്, ആ 68 വോട്ടിന് പരാജയപ്പെട്ട വാർഡ് ഇത്തവണ വാർഡ് വിഭജനത്തെ തുടർന്ന് 17 എന്ന പുതിയ വാർഡിലേക്ക് ജയിക്കിന്റെ വീടിരിക്കുന്ന സ്ഥലം മാറുമ്പോഴാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ തവണ ജയിക്ക് കൂടി ഭാഗമായിരുന്ന വാർഡ്, അത് കഴിഞ്ഞ തവണയും ഇടതുപക്ഷമാണ് വിജയിച്ചത്, ഇത്തവണയും ഇടതുപക്ഷം തന്നെയാണ് വിജയിച്ചത്. ഇക്കുറി പുതിയ വാർഡ്, ആ വാർഡിൽ ഇടതുപക്ഷം ശക്തമായിട്ടുള്ള മത്സരം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജയിക്കിന്റെ കൂടി സ്വാധീനത്തിൽ കോൺഗ്രസ്സുകാരുടെ കോട്ടയായിട്ടുള്ള പുതുപ്പള്ളി എന്ന പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ നാട്ടിൽ അങ്ങനെ ഇടതുപക്ഷത്തിന്റെ വേരറ്റ് പോയിട്ടില്ല. അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട്. ആ വിള്ളൽ വീഴ്ത്തിയതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചിലയിടങ്ങളിലെയൊക്കെ വിജയങ്ങൾ വെച്ചിട്ട് അവിടെ നേതൃത്വം നൽകുന്ന വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് ഇകഴ്ത്തി കാട്ടണം, അവർക്ക് ജനപിന്തുണയില്ലെന്ന് വരുത്തി തീർക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുപ്രചരണമെന്ന് ജയിക്കിന്റെ വാക്കുകളിൽ നിന്ന് തെളിയുകയാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുന്നിൽ അവർ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ഇമേജ് എങ്ങനെയെങ്കിലും തകർക്കണം, അതിനുവേണ്ടി ചെയ്ത തെമ്മാടിത്ത പ്രവർത്തനമാണ്. അതിന് ഒരു പ്രതികരണം കൂടി നിങ്ങളെ കാണിക്കാം. ചിലരെ ഇവർ വാടകയ്ക്കെടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ്സ് എന്ന വെബ്സൈറ്റിൽ നിന്ന് ആർക്കും ലഭ്യമാണ്. ഡിജിറ്റലായിട്ട് തന്നെ എന്താണ് ഒരു വാർഡിലെ അവസ്ഥ, ഇതൊന്നും കാണിക്കാതെ വായ്ക്കകത്ത് കിടക്കുന്ന എല്ലില്ലാത്ത നാവ്, അത് പ്രവർത്തിക്കാൻ വേണ്ടി ചിലർക്ക് കൂലി കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആ കൂലി നാവുകൾ, എന്ത് പ്രവർത്തനവും ചെയ്യാൻ മടിയില്ലാത്ത ആ നാവുകൾ പ്രചരിപ്പിച്ച ഒരു പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കണം. ഇവനെയൊക്കെ വഴിയിൽ കണ്ടാൽ ഈ കണവായിലെ ഒരു പല്ലങ്ങ് തെറിപ്പിക്കണമെന്ന് പറയുന്നില്ലേ, അതൊക്കെയാണ് ഇമാതിരി തെമ്മാടിത്തരം നടത്തുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. നിങ്ങൾ വിചാരിക്കും ജയിക്ക് കൂരപ്പടക്കാരനാണെന്ന്. ജയിക്കിന്റെ വാർഡിൽ മത്സരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ഒന്ന്. ഇപ്പൊ ഈ ഇലക്ഷന് ഈ കൗണ്ടിങ്ങിന് ഇരുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, മിഷനൊക്കെ കുലുക്കിയെന്നാകട്ടെ, തെറ്റിപ്പോയതാണോ കുലുക്കിയിടാനൊക്കെ നോക്കി. ഇപ്പൊ ജയിക്കൗണ്ടെന്ന് പറയുന്നത് ഒന്നുകൂടെ കുലുക്കാൻ പറഞ്ഞു, വീണ്ടും കുലുക്കി, എത്ര കുലുക്കിയിട്ടും ഒന്ന്. ചിലപ്പോ ഈ കുലുക്കൽ ചിലപ്പോ പൂജ ആ പഞ്ചായത്തിൽ മത്സരിച്ച് ആ സ്ഥാനാർത്ഥിയുടെ മാത്രം അങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത്. കേട്ടല്ലോ, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ തൊലി നിറമുള്ള അവതാരകമാരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം അവരെ മുന്നിലിരുന്നിട്ട് ചില ഊളകൾ നടത്തുന്ന പ്രചരണങ്ങൾക്കപ്പുറം എന്താണ് വസ്തുത എന്നാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെ വസ്തുതയുടെ ഒരു പിൻബലവുമില്ലാതെ ഒരു മൈക്കിന്റെ മുന്നിലിരുന്ന് സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ തെമ്മാടിത്തരങ്ങളാണ് വിളിച്ചു കൂവുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ജയിക്കിന്റെ വാർഡിൽ കിട്ടിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 1 വോട്ട് എന്നുള്ള വ്യാജ പ്രചരണമെന്ന് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് ചിലത് സംഭവിക്കുന്നത്. കള്ളം 3 തവണ ലോകം ചുറ്റുമ്പോഴായിരിക്കും സത്യം ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ചെയ്തിരിക്കുന്ന ഈ തെമ്മാടിത്തം ഒരു നേതാവിനെ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്തുക എന്നത് മാത്രമാണെന്ന് അതിന്റെ തെളിവുകൾ തെളിയിക്കുന്നുണ്ട്.